ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 25 ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് നമ്മളൊരു 5 ഡേയ്സും കൂടെ ഇവിടെ പോസ്റ്റ് കയറിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നേരത്തെ എണീറ്റിക്കാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ ടൈം ആവണ ആൾ വരും. പിന്നെ ഫുഡ് കഴിക്കാണ്ട് ഏർലി മോർണിംഗിലത്തെ ഫുഡ് കഴിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മളെ ജന്നക്കുട്ടി ഇന്ന് ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ജന്നക്കുട്ടി എണീറ്റിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഉമ്മ എടുത്തപ്പോൾ അവൾ കരയണുണ്ട്, അല്ല ഉറങ്ങണുണ്ട്. എടുത്തിരുന്നപ്പോൾ ഉറങ്ങുന്നുണ്ട്. അതുപോലെ നല്ല കരച്ചിലും ബഹളമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ പഴം, കോഴിമുട്ടയും പാലൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രീറ്റ്മെൻറ്റ് ടൈമായി പണ്ട് അവർ വിളിച്ച്. അപ്പോൾ അതാ ട്രീറ്റ്മെൻറ്റിൻ്റെ ഐറ്റംസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോയാബീൻ കറിയും അതുപോലെ തന്നെ ദോശയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ സൂപ്പ് വന്നിട്ട് മട്ടൺ സൂപ്പ്, അതുപോലെ തന്നെ നമുക്ക് അടിപൊളി ജ്യൂസാണ് എത്തിയിട്ടുള്ളത്. കുറേ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് കസ്കസൊക്കെ ഇട്ടിട്ടുള്ള നല്ല ജ്യൂസായിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി കഞ്ഞിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് എത്തിയിട്ടുണ്ട്. എന്താ നോക്കുന്നത് ഉച്ചക്ക് എന്താണെന്നുള്ളത്. മീൻ പൊരിച്ചത്, ഉപ്പേരി, മുതിര തിമ്മ ഓക്കെ, മുതിര ഉപ്പേരി വെച്ചത്, പിന്നെ കറി, ചോറ്, അതുപോലെ എന്താ വേറെ സ്പെഷ്യൽ രസം. ഇത് എത്രയാണ് തന്നിട്ടുള്ള ചോറ്, കറി, മുരിങ്ങടലക്കറി, ഉപ്പേരി, മീൻ പൊരിച്ചത്, മുതിര ഉപ്പേരി, രസം. ഇത് ഇത്രയാണ് നമ്മൾ ലഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് വന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ചൂടുള്ള പഴംപൊരി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ എത്തിയിട്ടുണ്ട്. ഡിന്നറിന് ഇന്ന് ചോറ് തന്നെയായിരുന്നു, സാദാ ചോറ്, പപ്പടം, മത്തി മുളക് ഇട്ടത്, അതുപോലെ തന്നെ പടവലങ്ങ ഉപ്പേരി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ച് നെക്സ്റ്റ് ഡേ ആയിട്ട് കാണുന്നവരേക്കും ബൈ.